വീക്ക് ഡേ ആണ്. രാവിലത്തെ സ്കൂളിലെ ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്കിത്ത് സ്കൂളിലും പോയി, രാക്കി ഓഫീസിലും പോയി. സമയം 9:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. പിന്നെ തുണി പെട്ടെന്നൊന്ന് കഴുകാനിട്ടു. എൻ്റെ തൊണ്ടയും മണ്ടയൊക്കെ അടഞ്ഞിരിക്കുക കേട്ടോ. തുണി ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കൂടുമ്പോൾ കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഇനി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെയാണ് ഇനിയത്തെ പരിപാടി. രാത്രിയിൽ ഞാൻ കുറച്ച് വെള്ളക്കടല കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനൊന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേടായ കുക്കറിൻ്റെ അടപ്പ് മെയ്ഡ് ശരിയാക്കിക്കൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ സേഫ്റ്റി വാൽവ് പോയതായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഇന്ന് ഞാൻ കറി വെക്കാൻ പോകുന്നത്. അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചു. എന്തിനാ വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം കുറച്ച് കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ജാറിൽ ഈ രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു സവാള കഴുകി ഈ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മതി. പിന്നെ നന്നായിട്ട് ആറിയതിന് ശേഷം കടല മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ടിട്ടിട്ട് ഒന്നും കൂടെ ജസ്റ്റായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ നോക്കി ആറാനായിട്ട് വെക്കാം. ബ്രെഡ് ഞാൻ ബ്രൗൺ ബ്രെഡിൻ്റെ അടപ്പ് കഷ്ണം ഉണ്ടായിരുന്നല്ലോ, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ട് ആറി കിട്ടിയതിന് ശേഷം ഇതൊരു വെജിറ്റേറിയൻ കട്ട്ലറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുട്ട ചേർക്കുന്നില്ല. പകരം മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. മുട്ട ചേർത്തില്ല. നമ്മൾ സാധാരണ കട്ട്ലറ്റിന് അങ്ങനെയാണല്ലോ, അതല്ല ഇന്ന് കേട്ടോ. മുട്ടയ്ക്ക് പകരം മൈദാമാവിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഈ രീതിയിൽ കലക്കിയാൽ മുട്ടയുടെ സെയിം ബോണ്ടിങ് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആദ്യം ആ കൂട്ടൊന്ന് ഉരുട്ടി മൈദാമാവിൻ്റെ അതിലൊത്തും മിക്സ് ചെയ്ത് പിന്നെ ബ്രെഡും കൂടെ ഒക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഫ്രീസറിൽ അരമണിക്കൂർ വെക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ അത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടും. ബാക്കി കുറച്ച് മൈദാക്കൂട്ടും നമ്മുടെ ബ്രെഡ് പൊടിയും വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് കടലമാവും അരിപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഒരു നമ്മുടെ പച്ചക്ക ഉണ്ടായിരുന്നു, കുറച്ച് വലുതായിരുന്നു. അത് നന്നായിട്ടൊന്ന് കഴുകി ഇങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിലറിഞ്ഞ് ഈ ബാറ്ററിലൊന്ന് കോട്ട് ചെയ്ത് അതും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ബാക്കി വന്ന മൈദാക്കൂട്ടും ബ്രെഡ് പൊടിയും ഒന്നും കളയണ്ടല്ലോ, എന്തായാലും പച്ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ സൈഡ് ആവുമല്ലോ വെച്ചു. പിന്നെ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചു. എനിക്ക് നല്ല ജലദോഷമാണ് ശരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയും മണ്ടയൊക്കെ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറേ പൂക്കൾ എന്തൊക്കെയോ അറിയാത്ത പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയം. അതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും അലർജിയാണ്. അതുകൊണ്ടായിരിക്കും ചെറിയ അലർജി അടുത്തുകൂടെ പോയാൽ തന്നെ ജലദോഷവും കാര്യങ്ങളുമാണ്. എന്തായാലും ജോലികളൊക്കെ ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കും. അങ്ങനെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അത് ജോലികളൊക്കെ ചെയ്യാണ്. ലഞ്ച് എന്തായാലും ഇന്ന് കുറച്ച് ലാവിഷായിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ അപ്പം ഉണ്ടാക്കി ആ കടലക്കറി ഉണ്ടാക്കാം. അതാണ് ലഞ്ച്. എന്തായാലും കട്ട്ലറ്റ് അങ്ങ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 6 ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി പിന്നെ ആയാലും ചെയ്യാമല്ലോ, കാരണം ബജിയും ഉണ്ട്. പിന്നെ ലഞ്ചും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഹെവി അല്ലേ. തൽക്കാലം കുറച്ചേ ഉണ്ടാക്കി വെക്കാൻ വെച്ചു. ഒട്ടും തന്നെ പൊടിയാതെ കിട്ടും. അധികം വേകാനൊന്നും ഇല്ലല്ലോ അകത്തൊന്നും. പുറത്തൊന്ന് ജസ്റ്റ് കളറ് മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ടങ്ങ് എടുക്കാം. വെജിറ്റേറിയൻ കടല കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് പോലെ തന്നെ ടേസ്റ്റാണ്. ബാക്കി ഞാൻ ഫ്രീസറിൽ തന്നെ വെക്കുക, പിന്നെ ഉണ്ടാക്കാമല്ലോ. ഇന്ന് ക്ലീനിങ്ങിന് പുതിയ മെയ്ഡാട്ടോ. നമ്മുടെ സ്ഥിരം മെയ്ഡിന് സുഖമില്ല, ടൈഫോയിഡാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ, പനിയൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ പോകാൻ പറഞ്ഞിട്ടും ചെയ്യാതെ വൈപ്പറൊക്കെ ഇട്ട് തുടച്ചിട്ടാണ് പോയത്. അപ്പോൾ പനി കൂടി രാത്രിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ടൈഫോയിഡാണെന്ന് അറിഞ്ഞത്. അപ്പോൾ പകരം വേറൊരു മെയ്ഡാണ്. നമ്മുടെ മെയ്ഡിൻ്റെ പേരും ജ്യോതി എന്നാണ്, ഈ പുള്ളിക്കാരിയുടെ പേരും ജ്യോതി എന്നാണ്. കായബജി ഉണ്ടാക്കി എടുക്കുന്നതിന് മുന്നേ കുറച്ച് കടലമാവിൽ ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും വെള്ളത്തിലൊന്ന് കലക്കി സെപ്പറേറ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കായ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്താണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു കോട്ടിങ് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒട്ടിയൊന്നും പിടിക്കത്തില്ല, എണ്ണയും ഒട്ടും പിടിക്കത്തില്ല. മെല്ലെ 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 ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ക്രിസ്പി ബജി ചുട്ടെടുക്കാം. ബ്രെഡും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റുള്ള ബജിയാട്ടോ. നമ്മുടെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് ഹെൽത്തി തന്നെയാണ്. നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാമല്ലോ. ഇവിടെ രാക്കേക്കും അങ്കുനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടവുമാണ്. എന്തായാലും കഷ്ടപ്പെട്ടാൽ അവർ നന്നായിട്ട് കഴിക്കട്ടെ വെച്ചു. നമ്മുടെ കായ ബജി സൂപ്പർ റെഡി.
തുണി എന്തായാലും അങ്ങ് വിരിച്ചിടുകയാണ്. വെയിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ. ഒരു 12 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബാൽക്കണിയിലോട്ട് വെയിൽ വരും. പടിഞ്ഞാറ് സൈഡാണ് അത്. അങ്ങനെ അത് പെട്ടെന്ന് വിരിച്ചിടുക. എന്നോട് ക്ഷമിക്കുക കേട്ടോ, എൻ്റെ തൊണ്ട ശരിക്കും കുറച്ച് പ്രശ്നമായിട്ടാണ് ഇങ്ങനെ മെല്ലെ സംസാരിക്കുന്നത്. അങ്ങനെ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം നമ്മുടെ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കടായി വെച്ച് എണ്ണ ഒഴിച്ചു, സവാള വഴറ്റി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുത്ത് അതും കൂടെ ഒന്ന് പച്ചമണം മാറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് വീണ്ടും വഴറ്റിയെടുത്തു. പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട്. എനിക്ക് ആ ഫ്ലേവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഗുണവും ആ പ്രഷറൊക്കെ ഉള്ളവർക്ക് പ്രഷർ കുറയാനൊക്കെ കസൂരി മേത്തി നല്ലതാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതല്ലേ. പിന്നെ ആ ഗ്രേവി നമ്മൾ കടലക്കറി വെന്ത് ആവിമാരിയ കടലയിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ കേൾപ്പിച്ചിട്ട് പിന്നെ ആവിമാരി തുറന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ അപ്പച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുത്തത് കേട്ടോ. നമ്മുടെ ബജിയും കട്ട്ലറ്റും അപ്പവും കടൽക്കറിയും ഇതാണ് ഇന്നത്തെ ലഞ്ച്. രാക്കെ വന്ന് കഴിച്ചിട്ട് പോവുക. പിന്നെ തേച്ച് മഴക്കാനുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്നങ്ങ് കഴുകി വെച്ചു. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത ജോലിയായ തുണിയും കൂടെ മടക്കി വെച്ചല്ലേ പറ്റത്തുള്ളൂ. വൈകുന്നേരം എന്തായാലും ഒന്ന് നടക്കാൻ പോകണം. ഹർഷ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോവുക. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. പോയി കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവും. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് വിഷമമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു കൂട്ട് കിട്ടുന്നത് വളരെ റെയറല്ലേ. മലയാളികളെ കിട്ടുക എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യവുമാണ്. പിന്നെ ഏത് സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫ് തന്നെ നമ്മളെ പഠിപ്പിക്കും. തുണി തേച്ച് കൊണ്ടുവന്നതും കൂടെ അങ്ങ് വെക്കുവാണ്. രാക്കയുടെ യൂണിഫോം ഷർട്ട്സ് ആണെല്ലാം. ഇനി പുതിയതായിട്ടുള്ളതും കൂടെ കെട്ടി വെക്കണം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊടുക്കാമല്ലോ. അങ്കുവിൻ്റെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നുണ്ട്. അവന് മെയ് ലാസ്റ്റ് വീക്ക് വരെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ സ്കൂൾ അടയ്ക്കത്തുള്ളൂ. പിന്നെ ജൂൺ 1 മുതൽ ജൂലൈ 1 വരെ അവധിയാണ്. എനിക്കൊന്ന് ജൂലൈ 1 അല്ലെങ്കിൽ 2 ക്ലാസ് തുടങ്ങും. അപ്പോഴത്തേക്ക് തിരിച്ച് വന്നാൽ മതി. അപ്പോൾ 1 മാസത്തേക്ക് എന്തായാലും നാട്ടിലോട്ട് വരുന്നുണ്ട്. അങ്കു സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചതേ ട്യൂഷൻ ഇറങ്ങി കേട്ടോ. ഇനി അവനൊരു 6:30 മണിയൊക്കെ അടുപ്പിച്ചേ വരത്തുള്ളൂ. ശരിക്കും അവൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. രാവിലെ 6:30 കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. മുമ്പായിരിക്കും എന്നെ പിടിച്ച് കിടത്തും ഉറങ്ങാൻ വേണ്ടി. ഉറക്കക്ഷീണം വരത്തില്ലേ. ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. ആകെ സെക്കൻഡ് സാറ്റർഡേ ആണ് ശനിയാഴ്ച അവധി കിട്ടുന്നത്. പിന്നെ ആകെ ഒരു സൺഡേ ആണ് വീക്ക്ലി ഓഫ്. പിന്നെ അവനിപ്പോൾ യൂസ്ഡ് ആയി അതിൽ. ഹർഷയും റാനും വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ടെറസിൽ കൊണ്ടുപോയി ക്രിക്കറ്റ് കളിപ്പിക്കുക. ഇത് ഏതോ ഒരു സിനിമയിൽ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു, അല്ല നിർത്തത്തില്ല, കൊടുത്തോണ്ടേ ഇരിക്കണം. രാക്കെ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട്. രാത്രി ഇന്ന് ഞാൻ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിച്ചല്ലോ, കടലയൊക്കെ ആയിരുന്നു. ഉപ്പുമാവിന് പഴം ഇരിപ്പുണ്ട്. ഉപ്പുമാവും പഴം ആക്കാമെന്ന് വിചാരിച്ചു. ദേഹമൊക്കെ കുറച്ച് വേദനയുണ്ട് കേട്ടോ. എല്ലിനൊക്കെ വല്ലാത്തൊരു വേദന. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. നടക്കുമ്പോഴും ഓടുമ്പോഴും ഒന്നും അറിയത്തില്ല. രാക്കയുടെ കൂടെ ഞാനും കൂടെ ഒരു ചായ ഇട്ട് കുടിക്കുകയാണ്. നമുക്ക് ചൂട് ചെല്ലുമ്പോൾ വല്ലാത്തൊരാശ്വാസമല്ലേ. ചായ കുടിക്കുമ്പോൾ ഒരാശ്വാസം തോന്നുന്നുണ്ട്. എങ്കിലും ഞാൻ ചായ കുടി ഇപ്പോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഡിന്നറിൻ്റെ ഉപ്പുമാവിനായിട്ട് കടായിൽ നെയ്യ് ഒഴിച്ചു. കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഈ റവ റോസ്റ്റ് ചെയ്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ പഴം ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും പഴുത്തിരിക്കുന്നത് കേട്ടോ. വലിയ പഴുപ്പായിട്ടില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന പഴുപ്പായി. ഇതേ നല്ല റോസ്റ്റായി വന്ന റവയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് വീണ്ടും അടച്ചിട്ട് ഒരു 2 മിനിറ്റോളം വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ കഴിക്കാൻ നേരം എടുത്താൽ മതി. നല്ല ഉപ്പുമാവ് കിട്ടും. ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ഉപ്പുമാവ് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് എൻ്റെ കഴിച്ചവരെല്ലാം. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടം, എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഉപ്പുമാവ് എന്ന് പറയുന്നത്. സത്യമായിട്ടും സ്വന്തമായിട്ട് പൊക്കി പറയൊന്നുമല്ല കേട്ടോ.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.